പറയണം, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ തന്നെയാണ് തെറ്റുകാരനെന്ന് പറയുന്ന രീതിയോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. കാരണം ദുൽഖർ സൽമാനെതിരെ കളി തുടങ്ങിയിട്ട് അത് കുറച്ച് നാളായി, ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പരിപാടിയൊന്നുമല്ല. ഇതിപ്പോൾ ഇവന്മാർ പലതരത്തിലും പല രീതിയിലും പല വിധത്തിലുമാണ് ഈ രീതിയിലുള്ള പരിപാടികളുമായിട്ട് വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ വേ ഫെയറർ ഫിലിംസിൻ്റെ ഒരു ഡയറക്ടർ ഒരു പെൺകുട്ടിയെ വിളിച്ച് പീഡിപ്പിച്ച്, ഒരു പെൺകുട്ടിയുമായിട്ട് മോശമായിട്ട് ബന്ധമുണ്ടായിരുന്നു പറഞ്ഞിട്ട് പരാതി വന്നു. അതിൽ ദുൽഖറിന് ബന്ധമില്ല, അല്ലെ ദുൽഖറിൻ്റെ സ്ഥാപനമായിട്ട് അയാൾക്കൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലായപ്പോൾ ആ കേസ് എങ്ങും എത്തിയില്ല. പിന്നീട് ഹവാല ഇടപാടുകൾ, പിന്നീട് ദുൽഖറിൻ്റെ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ കള്ളക്കടത്തിൽ കൂടി കൊണ്ടുവന്നാണ് ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പരാതി. ഈ പരാതിയും എങ്ങും എത്തിയില്ല. അങ്ങനെ ഇരിക്കെ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുന്നു. അവാർഡ് കിട്ടിയതിൻ്റെ പിന്നാലെ മമ്മൂക്കയുടെ മകനിട്ടൊരു പണികൂടം കൊടുത്തേക്കാന്ന് സംഘിപുത്രന്മാർ വിചാരിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഈ ദുൽഖർ സൽമാനെതിരെ ഈ ഒരു പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഈ ഒരു പരാതി ഡിസംബർ 3 ഹാജരാവണമെന്ന് പറയുന്നൊരു കേസിൽ ഇപ്പോൾ ഉടനെ തന്നെ ദുൽഖർ സൽമാൻ പത്തനംതിട്ടയിൽ പോയി ഹാജരാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത്, ഒരു ബ്രാൻഡിൻ്റെ